കയറി വരാം വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക്. നമുക്ക് മുറ്റത്ത് കടപ്പക്കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കൊരു ഗാർഡൻ സ്പേസും ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സിറ്റ് ഉള്ളിലായിട്ട് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന. പടികളിൽ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നു. ബാൽക്കണി 2 സ്പേസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. പർഗോളയ്ക്ക് ഫ്രെയിമുകൾ കൊടുത്തിരിക്കുന്നു, ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. നേരെ മുകളിലേക്ക് നോക്കിയേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാർട്ടിങ്ങിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കുന്ന ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട. നമ്മളിപ്പോൾ ഉള്ള എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടിക്കടുത്ത് മലയിടംതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ്. ഇവിടെയാണ് ഈ കാണുന്ന വീടുള്ളത്. ഈ വീടിന്റെ കാര്യം പറഞ്ഞാൽ 4.25 സെന്റിനകത്തായിട്ട് 2300 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂം ഉള്ള ഒരു വീടാണ് ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത്. ഇവിടെ ആയിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു പ്രോജക്ട് വരുന്നത്. ഇതിനുള്ളിലേക്ക് വെറും 20 മീറ്റർ മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം. ഇവിടെ ഇന്ന് പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് ഏകദേശം 3.25 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിൽ ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ഏകദേശം 14 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇവിടെ നിന്ന് ആലുവയിലേക്ക് ഏകദേശം 9.25 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് നോക്കാം. വീടിന്റെ മതിലിലേക്ക് നോക്കി കഴിഞ്ഞാൽ എവിടെയായിട്ട് 2-way LED ലൈറ്റുകളും ചെറിയൊരു ടെക്സ്ചർ വർക്കുകളും മതിലിന് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ ടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇനി ഗേറ്റിലേക്ക് നമുക്ക് നോക്കിയാൽ G-യുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഗേറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത്. MS-ന്റെ ഷീറ്റ് വെച്ച് ചെറിയൊരു CNC കട്ടിംഗ് ഉള്ള ഡിസൈനും ഗേറ്റിൽ നമുക്ക് കാണാം. ഈ ഒരു വീടിന്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു വീടിന് വേണ്ടി അവർ കൊടുത്തിരിക്കുന്നത്. ധാരാളം സ്പോട്ട് LED ലൈറ്റുകളും അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും കൊടുത്തിരിക്കുന്നു. ബേസ് വൈറ്റ് കളറാണ്, അതിനകത്ത് യെല്ലോയും ഗ്രേയും ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. കയറി വരാം വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക്. ഇവിടെയായിട്ട് നമുക്ക് മുറ്റത്ത് കടപ്പക്കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇടഭാഗങ്ങളായിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ പുല്ലുകൾ വിരിച്ചിരിക്കുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത്. ഇവിടെ വലിയൊരു വാഹനം, വലിയൊരു എക്സിക്യൂട്ടീവ് സെഡാൻ വാഹനം സുഖമായിട്ടും ഈ ഒരു കാർ പോർച്ചിനുള്ളിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ തൂണുകളിലേക്ക് നോക്കിയാൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് തൂണുകളിൽ കൊടുത്തിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വീടും ചുറ്റുമതിനുമുള്ള ഗ്യാപ്പ് ഏകദേശം ഇത്രത്തോളമാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഇവിടെയായിട്ടെല്ലാം ചെറിയ ബേബി മെറ്റൽസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് രണ്ടാമതൊരു വാഹനം ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. വലിയൊരു 407 കണക്കുള്ള ഒരു വാഹനം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ നമുക്കൊരു ഗാർഡൻ സ്പേസും ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് മീറ്റർ ബോക്സിന്റെ സ്ഥാനം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയും വീടും ചുറ്റുമതിലുമായിട്ട് അത്യാവശ്യം ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ സ്ഥാനം. സിറ്റ് ഔട്ടിന് ഉള്ളിലായിട്ട് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പടികളിൽ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തൂണുകളിലും ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ തടികളുടെ കാര്യം പറഞ്ഞാൽ തേക്കുണ്ട്, ആഞ്ഞിലിയുണ്ട്, മഹാഗണിയുണ്ട്. 3 മരങ്ങളും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. മെയിൻ ഡോർ തേക്കാണ്. ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന തരത്തിലായിട്ടാണ് മെയിൻ ഡോറിനെ കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുന്നത് നമ്മളുടെ ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ലിവിംഗ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനൽ കാണാം. ഇവിടെ 3 പാളികളുടെ ഫ്രഞ്ച് വിൻഡോസ് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ജനൽ പടികൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് TV യൂണിറ്റ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. താഴത്തായിട്ട് TV 2 ഉപകരണങ്ങളൊക്കെ ഉള്ള ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് കോർണർ സെറ്റ് ഇടാനായിട്ട് പറ്റും. ഏകദേശം 4-5 പേർക്ക് ഇരിക്കാൻ പാകമുള്ള കോർണർ സെറ്റ് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ടൈലുകളുടെ ഡിസൈനിലേക്ക് നോക്കിയാൽ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മാർബിൾ ഡിസൈൻ കണക്കുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് നമുക്ക് നോക്കാം. ജിപ്സം സീലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും വെച്ചിട്ടാണ് ആ ഒരു സീലിംഗിനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. വലിയൊരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനാല കാണാം. സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന 2 പാളികളുടെ ജനാലയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ DBയുടെ സ്ഥലം. വയറിംഗ് വി ഗാർഡിന്റെ വയറിംഗ് ആണ്. ലെഗ്രാൻഡിന്റെ ആണ് സ്വിച്ചസ് വരുന്നത്. അതേപോലെ തന്നെ ELCB മറ്റു കാര്യങ്ങളെല്ലാം ലെഗ്രാൻഡിന്റെ വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ വലിയ 4 പാളികളുടെ ജനാലകൾ നമുക്ക് കാണാം. ഇത് ഈ വീടിന്റെ കാർ പാർക്കിംഗ് സ്പേസിലേക്ക് തുറക്കുന്ന ജനാലകളാണ്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറിന്റെ അടിയിലായിട്ട് ഇവിടെയാണ് വാഷ് ഏരിയ വരിക. ടോപ്പ് ഗ്രാനൈറ്റ് ആണ്, ജാഗ്വറിന്റെ ആണ് ബേസിൽ വരുന്നത്. വലിയൊരു മിററും മറ്റു കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സ്റ്റെയറിന്റെ അടിഭാഗം വരുന്ന ഈ ഒരു വശത്തായിട്ട് ഇവിടെ ഇൻവെർട്ടർ മറ്റും വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നു.
ഇതിന് പിന്നിലായിട്ട് ഒരു പർഗോള സ്പേസ് താഴത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചന്റെ സ്ഥാനം വരുന്നത്. അതിനു മുമ്പായിട്ട് ഇവിടുത്തെ ഫ്ലോറിംഗിന്റെ ടൈലുകളിലേക്ക് നോക്കണം. ലിവിംഗ് ഏരിയയിൽ നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് ഇടുന്നത്. സീലിംഗിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീലിംഗിനകത്ത് പ്രൊഫൈൽ LED ലൈറ്റുകൾ വെച്ചിട്ടാണ് സീലിംഗിനെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് നേരെ അടുക്കളയ്ക്കുള്ളിലേക്കാണ്. ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വരുന്നത്. സാധാരണ ഇതിലുള്ള ഓപ്പൺ കിച്ചണിൽ കൺസെപ്റ്റിന് ചെറിയൊരു വ്യത്യാസം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അടുക്കളയുടെ ഉള്ളിലേക്ക് വന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അടുക്കളയുണ്ട്. ഒരു 3 പേർക്ക് നിന്ന് പെരുമാറാനുള്ള വലുപ്പം മാത്രമാണ് ഈ ഒരു അടുക്കളയ്ക്കുള്ളിൽ വരുന്നത്. L ഷേപ്പിലെ ടോപ്പ് ഗ്രാനൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബീച്ച് കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വാളുകളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ഹുഡ് ആൻഡ് ഹോബിന്റെ ആ ഒരു സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇങ്ങനെ അറ്റത്തായിട്ട് ഇവിടെയായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഈ ഒരു പാർട്ടീഷൻ വർക്ക് ഇവിടെ ക്രോക്കറി ഷെൽഫ് സാധാരണഗതിയിൽ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഓപ്പൺ ആക്കേണ്ടത്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഓപ്പൺ ആക്കി സ്റ്റോറേജ് സ്പേസിലായി നൽകിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് CNC കണിങ്ങുള്ള നല്ലൊരു ഡിസൈൻ വർക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കും നമുക്ക് കാണാൻ പറ്റും. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഡോർ സിസ്റ്റംസ് വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് ഒരു ഒറ്റപ്പാളയുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുക്കളയിലെ ഫ്ലോറിംഗിന്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലിവിംഗ് ഡൈനിങ് സെയിം ടൈലുകൾ തന്നെയാണ്. സീലിംഗിലേക്ക് നോക്കിയാൽ ചെറിയൊരു സീലിംഗ് വർക്ക് അടുക്കളയ്ക്കുള്ളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഡോർ തുറന്നാൽ അടുക്കളയിൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. നേരെ വരുന്നത് നമ്മുടെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇവിടെ വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. ഇവിടെ വേണമെങ്കിൽ വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൃത്യമായിട്ടും കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇത്രത്തോളമാണ് നമുക്ക് അടുക്കള മുറ്റത്തിനുള്ള ഒരു സ്പേസ് ആയിട്ട് കിട്ടുക. ഇവിടെ എല്ലാം ചെറിയ മെറ്റലുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് കിണറിന്റെ സ്ഥാനം. ഇവിടെ വെള്ളത്തിന് കാര്യം പറഞ്ഞാൽ മെയിൻ ആയിട്ട് കിണർ വെള്ളമാണ്. KW വാട്ടർ കണക്ഷൻ തൊട്ട് മുൻവശം വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടെ ഇവർ ചെയ്ത് നമുക്ക് തരികയും ചെയ്യും. ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. ഈ വീട്ടിൽ മൊത്തം 4 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലാണ്, 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലാണ്. നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നാൽ നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. കാഴ്ചയിൽ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നീളവും വീതിയും നമുക്ക് നോക്കാം. 12.36 അടിയാണ് നീളം വരുന്നത്. വീതിരായി നോക്കുകയാണെങ്കിൽ 11.63 അടിയാണ്. 143.70 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിയാൽ 13.350 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം എന്ന് പറയാ. ഈ ഒരു ഭിത്തിയിലേക്ക് നമുക്ക് നോക്കിയാൽ ഇവിടെ 3 വാതികളുടെ ജനാല കാണാം. ഇവിടേക്കാണ് ബെഡ് സ്വിച്ചിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു വാർഡ്രോബ് വരുന്നു. വലിയ 3 ഡോറുകളുടെ വാർഡ്രോബാണ്. സെൻട്രലായിട്ട് ഒരു പോർഷൻ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ ഡ്രസ്സിംഗ് മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫ്ലോറിംഗിന്റെ ടൈലുകളിലേക്ക് നോക്കിയാൽ ലിവിംഗിലും ഡൈനിങ്ങിലും അടുക്കളയിൽ കാണാൻ സെയിം കളർ ടൈലുകൾ തന്നെയാണ്. സീലിംഗ് നോക്കിയാൽ ഒരുപാട് വലിയ വർക്കല്ല, വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സീലിംഗ് വർക്കാണ്. ഇവിടെ നമുക്ക് കിട്ടുക ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. 5 ഡോറുകളാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് വന്ന് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ്. ഇവിടേക്കാണ് നമ്മുടെ ക്ലോസറ്റ് സെറ്റിന്റെ ആ ഒരു സ്പേസ് വരുന്നത്. അപ്പോ വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജാഗ്വറിന്റെ ക്ലോസറ്റ് സെറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാത്ത് ഏരിയയുടെ സ്ഥലം. ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നു. അവിടെയായിട്ട് ഹീറ്ററിനുള്ള പോയിന്റ് വരുന്നതാണ്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോയും എക്സോസ്റ്റ് ഫാനും ഉള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമ്മുടെ വാഷ് ബേസിന്റെ സ്ഥാനം. ജാഗ്വറിന്റെ വാഷ് ബേസിൻ ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിൽ മിററും കൊടുത്തിരിക്കുന്നതാണ്. മറ്റു വലിയ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് നേരെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതിനോട് തൊട്ട് ചേർന്നുകൊണ്ട് തന്നെ ഈ കാണുന്നതാണ് 2ാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം. കാഴ്ചയിൽ ആദ്യത്തെ ബെഡ്റൂമിനെ പോലെ ഏകദേശം വലിപ്പം ഇവിടെയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. 11.25 അടിയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ വീതി എന്ന് പറയുന്നത്. നീളത്തിന്റെ കാര്യം നോക്കിയാൽ 12.80 അടിയാണ്. 143.99 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 13.377 ആണ് മീറ്റർ സ്ക്വയർ. ഈ ഒരു ഭിത്തിയിലായിട്ട് 3 പാളികളുടെ ജനാല ഇവിടെയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ടാണ് വാർഡ്രോബിന്റെ സ്ഥാനം. നേരത്തെ ആദ്യത്തെ ബെഡ്റൂമിൽ നമുക്ക് അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് മിറർ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം വരുന്നത്. ഫ്ലോറിംഗിന്റെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്. ഇവിടെയും സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂമിന്റെ സ്ഥാനം. 5 ഡോറിന്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഇവിടെയും ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരിക. വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ്. അതിന് നേരെ മുകളിലായിട്ട് ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാം. തൊട്ട് ചേർന്ന എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനിന്റെ സ്ഥാനം. തൊട്ടടുത്ത് തന്നെയാണ് ബാത്ത് ഏരിയയുടെ സ്ഥാനം. ജാഗ്വറിന്റെ തന്നെ ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ഇത് ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ. ജാഗ്വറിന്റെ വാഷ് ബേസിൻ നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. താഴത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് നേരെ മുകളിലത്തെ നിലയിലേക്കാണ്.
ഇവിടെയാണ് സ്റ്റെയറിന്റെ സ്ഥാനം വരുന്നത്. സ്റ്റെയറിന്റെ കൈവരികൾ നോക്കിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്വയർ ട്യൂബും ടഫൻ ഗ്ലാസുകളും LG ഉപയോഗിച്ചിരിക്കുന്നു. പടികളുടെ കാര്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് ആണ് പടികൾക്കായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ടെക്സ്ചർ വർക്ക് നമുക്ക് കാണാം. യെല്ലോ ആൻഡ് ബ്ലാക്ക് ലൈൻ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പർഗോളയ്ക്ക് ഫ്രെയിമുകൾ കൊടുത്തിരിക്കുന്നു, ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. നേരെ മുകളിലേക്ക് നോക്കി അവിടെയായിട്ട് സൺലൈറ്റിലെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്പേസിനെ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് വരും. സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്നു. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് വരുന്നത്. സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റ് ഏരിയ നമുക്ക് കിട്ടുന്നു. ഇതിന്റെ പിന്നിലായിട്ട് നല്ലൊരു ടെക്സ്ചർ വർക്ക് നമുക്ക് കിട്ടുന്നു. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ 4 പാളികളുടെ ജനാല ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നു. മുകളിലത്തെ DBയുടെ സ്ഥലം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഫ്ലോറിന്റെ ടൈലിലേക്ക് നോക്കി കഴിഞ്ഞാൽ താഴത്തെ പോലെയല്ല, ഇവിടെ ഗ്ലോസി ഫിനിഷ് ആണ് നമുക്ക് കിട്ടുന്നത്. നേരെ മുകളിലായിട്ട് സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുക കാണാം. ഇവിടെയായിട്ട് വരുന്ന ഈ ഒരു പർഗോളയിൽ മുകളിൽ നിന്നുള്ള ഈ ഒരു സ്പേസിൽ നിന്നുമാണ് സൺലൈറ്റിനെ ഈ ഒരു മുകളിലത്തെ നിലയിലേക്ക് മാക്സിമം എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ 2 ബെഡ്റൂമുകളുടെ സ്ഥലം. ഇവിടെ ഈ ഒരു TV യൂണിറ്റ് ഏരിയയോട് ചേർന്ന് ഈ കാണുന്ന ഡോർ തുറന്നാൽ നമുക്ക് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. എനിക്ക് തോന്നുന്നു ഏറ്റവും നീളം കൂടിയ ബെഡ്റൂം ഇത് തന്നെയാണ്. 17.32 അടിയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ നീളം വരുന്നത്. വീതിയുടെ കാര്യം നമുക്ക് നോക്കിയാൽ 11.43 അടിയാണ്. 198.01 സ്ക്വയർ ഫീറ്റ്, 198.01 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറിക്കഴിഞ്ഞാൽ 18.396 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാർഡ്രോബിനെ നമുക്ക് കാണാൻ പറ്റും. 3 വലിയ ഡോറുകളുള്ള വാർഡ്രോബാണ്. അതിന്റെ ഒരു സൈഡിലായിട്ട് 2 പാളികളുടെ ജനാലകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് 2 പാളികളുടെ ജനാല. ഇവിടെ ചെറിയൊരു ബേ വിൻഡോ സെറ്റപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് മിററും അതിലൂടെ ഒരു ടേബിളും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ് സ്പേസ് വലിയ കട്ടിലാണ് നമുക്ക് ഇവിടെ ഇടാനായിട്ട് പറ്റും. വേണമെങ്കിൽ 2 ഫാമിലി കോട്ട് കട്ടിടാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയൊരു ഡോർമെട്രി കണക്കുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നു. ഫ്ലോറിന്റെ ടൈലുകളിലേക്ക് നോക്കാം. മുകളിലത്തെ നിലയിൽ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇതേപോലെ ഗ്ലോസി ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മുകളിൽ സീലിംഗിലേക്ക് നോക്കാം. സിമ്പിൾ ഡിസൈൻ വർക്കുകളാണ് ഇവിടെ മുകളിലായിട്ട് ഇവരെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂമിന്റെ സ്ഥാനം. ഫൈബർ ഡോറുകളാണ് ഇവിടെ ബാത്റൂമിൽ വരുന്നത്. ബാത്റൂമുകളെല്ലാം ഏകദേശം ഒരേ വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ക്ലോസറ്റ് സെറ്റ്, വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് ചേർന്ന് തന്നെയാണ് ബാത്ത് ഏരിയ വരിക. ജാഗ്വറിന്റെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. തൊട്ട് മുകളിലായിട്ട് ഹീറ്ററിന്റെ പോയിന്റ് ആണ്. എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിരിക്കുന്നു. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെയായിട്ട് വാഷ് ബേസിൻ, ജാഗ്വറിന്റെ വാഷ് ബേസിൻ ആണ്. നേരെ മുകളിൽ മിററും LED ലൈറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിന്റെ 4ാമത്തതും അവസാനത്തതുമായ ബെഡ്റൂമിനുള്ളിലേക്കാണ് പോകേണ്ടത്. അതിനായിട്ട് മുകളിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ 4ാമത്തതും അവസാനത്തതുമായ ബെഡ്റൂമിലേക്ക് കയറാം. ഈ ബെഡ്റൂം കാഴ്ചയിൽ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. നീളത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 16.44 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ 10.93 അടിയാണ്. 179.65 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. 179.65 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 16.690 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിയാൽ ഇവിടെ 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇവിടെ ഈ 2 പാളികളുടെ 2 ജനാല ഇടപെട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ ബെഡ് സ്പേസ് ഇങ്ങനെ ഇടാൻ പറ്റും. അവിടെയായിട്ടാണ് ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നു. 3 ഡോറുകളുള്ള വാർഡ്രോബാണ്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഫ്ലോറിംഗിന്റെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്. മുകളിലത്തെ നിലയിൽ എല്ലാവർക്കും ഒരേ ഡിസൈനാണ്. സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് സീലിംഗ് വർക്കുകളെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു അഡീഷണൽ ഡ്രസ്സിംഗ് സ്പേസും കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ വലിയൊരു മിറർ കൊടുത്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ചെറിയൊരു ഡ്രോ സ്പേസും കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ക്വയർ ഫീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കൂടാൻ തന്നെയാണ് ഇവിടെ സാധ്യത. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥലം. ഫൈബർ ഡോറുകൾ കൊടുത്തിരിക്കുന്നു. നേരെ കയറാം ബാത്റൂമിനുള്ളിലേക്ക്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനായിട്ടാണ് ക്ലോസറ്റ് ഏരിയ നമുക്ക് വരിക. വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ജാഗ്വറിനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. തൊട്ട് ചേർന്ന് തന്നെ ഇവിടെയായിട്ട് നമുക്ക് ബാത്ത് ഏരിയ കാണാം. ജാഗ്വറിന് നല്ല ഫിറ്റിംഗ്സ് ആണ്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഹീറ്ററുള്ള പോയിന്റും എയർ വെന്റിലേഷൻ വിൻഡോയും നമുക്ക് കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സെൻട്രലായിട്ട് ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ സ്ഥാനം. ജാഗ്വറിന്റെ ബേസിനാണ് ഇവിടെ LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. വലിയ ടൈലുകൾ ബാത്റൂമിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നു. 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ ബാൽക്കണി സ്പേസ് ആണ്. നമ്മുടെ മുകളിലത്തെ ഈ ഒരു DBയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്നാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാൽക്കണിയാണ്. ബാൽക്കണി 2 സ്പേസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഇവിടെയായിട്ട് കവേർഡ് ആയിട്ടുള്ള സ്പേസും ഇവിടെ അൺകവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസുമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് മഴവെള്ളം വീഴുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ കൈവരികളിലേക്ക് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്വയർ ട്യൂബും ടോപ്പ് ആൻഡ് ഗ്ലാസുകളും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് പുറമേ കാണുന്ന ആ ഒരു ഗ്രേ കളർ കോമ്പിനേഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്.
ഇനി ഇവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ബാൽക്കണിയുടെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് വീടിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതേ ടൈലുകളെ തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് കൈവരികൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു യെല്ലോ കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ടെക്സ്ചർ വർക്കും ഇവിടെ നമുക്ക് കാണാനായിട്ട് വരും. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെയായിട്ട് മുകളിലത്തെ സ്റ്റെയറിന്റെ കൈവരികൾ വന്ന് അവസാനിക്കുന്ന ഈ ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോറുകൾ നമുക്ക് നേരെ നമ്മുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. അത്യാവശ്യം വലുപ്പമുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ്. ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചാണ് ഇവിടെ വിൻഡോസിനെ ഒരുക്കിയിരിക്കുന്നത്. രണ്ട് വശങ്ങളിലായിട്ടും കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് വരും. ലോണ്ടറി സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിൽ ചെയ്യാനായിട്ട് വരും. ഇവിടെ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് വരും. ഇത് സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുന്ന ഭാഗം തന്നെയാണ്. ഇവിടെ ഷീറ്റ് ഇട്ടേക്കുന്ന കോൺക്രീറ്റ് സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതുവഴിയായിട്ട് നമുക്ക് ടെറസിലേക്ക് കയറാൻ പറ്റും. സാധാരണഗതിയിൽ സൺഷെയ്ഡിന് മുകളിലൂടെ ആയിട്ടാണ് പടികൾ കൊടുക്കാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കോൺക്രീറ്റ് പടികൾ തന്നെ കൊടുത്തിരിക്കുന്നു. സൈഡിലായിട്ട് പോളികാർബണേറ്റ് വെച്ച് ഷീറ്റുകൾ വെച്ച് മറച്ചിരിക്കുന്നു. സ്റ്റെയർ കയറി നേരെ മുകളിലേക്ക് വരാം ഈ വീടിന്റെ ടെറസിലേക്ക്. ഇവിടെയായിട്ട് വന്നാൽ ഇതാണ് ഈ വീടിന്റെ ചുറ്റുവട്ട കാഴ്ചകൾ. നേരെ നോക്കാം. അത്യാവശ്യം തൊട്ട് തന്നെ വീടുകൾ നമുക്ക് കാണാൻ പറ്റും. താഴെ വലിയ പാർട്ടികൾ നമുക്ക് കാണാൻ പറ്റും. വളരെ ഉയരത്തിലായിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് വാട്ടർ ടാങ്ക് വെക്കാനുള്ള സ്റ്റാൻഡും വലിയൊരു 1000 ലിറ്ററിന്റെ ടാങ്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ2 എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ വീട് മുഴുവനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഈ വീടിന്റെ പ്രൈസ് എന്താണെന്നുള്ളതാണ്. പ്രൈസ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് സ്റ്റാർട്ടർ ഡീലിന്റെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തീർച്ചയായും വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടുമടിക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്ന പ്രൈസ് 89 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഏകദേശം 25 ലക്ഷം രൂപയോളം ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. ലോണിന് നിങ്ങൾ അസിസ്റ്റ് ചെയ്യേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ വീട് വാങ്ങിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് നേരിട്ട് വന്ന് സ്ഥലം കാണുക, വീട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക. എന്നിട്ട് മാത്രം നല്ലൊരു ഡീലിലേക്ക് എത്തിച്ചേരുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യണം. അതെല്ലാം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതേപോലുള്ള നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഡീലുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ചാനലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിൽ മെയിലേക്കാം. അതല്ലെങ്കിൽ 9048266360 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.